ഹലോ ഗായ്സ്, എല്ലാവർക്കും വിസ്മിത ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള 1 പോട്ട് റൈസ്. അതിൻ്റെ പേരാണ് തേങ്ങാപ്പാൽ ചോറ്. അതിനാവശ്യമായി കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് 2-3 സ്പൂണോളം എണ്ണ ചേർത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് നല്ലോണം യോജിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് യോജിപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് നല്ലോണം നമ്മളിപ്പം തേങ്ങാപ്പാൽ ചോറിന് കാണുമ്പോൾ ഇത്രയും വെളുത്തുള്ളി ഇടുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കൂടുമോ എന്ന് ആൾക്കാർ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമില്ല. തേങ്ങാപ്പാലിൻ്റെ ചോറിന് ടേസ്റ്റ് തന്നെയാണ് എടുത്ത് നിൽക്കുന്നത്. അതിലേക്ക് ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ ഉള്ളിയാണ്, വലിയ ഉള്ളി ചേർക്കരുത്. വലിയ ഉള്ളി ചേർക്കാം, പക്ഷെ ടേസ്റ്റ് കുറവായിരിക്കും. നല്ലോണം യോജിപ്പിക്കുക. നല്ലോണം യോജിപ്പിക്കുക, അടി പിടിക്കാതെ നോക്കുക. അതിലേക്ക് ആവശ്യത്തിലുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. സിമ്മി വെച്ച് മാത്രമേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് തിളയ്ക്കണം. അത് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം, നോർമൽ റൈസ് ആയാലും ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് അരി ചേർത്തതിന് ഇളക്കരുത്, എന്നാൽ ചോറ് പൊടിഞ്ഞു പോകും. നമ്മൾ ഒരു വറ്റ് പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫുള്ള് തുടച്ചിട്ടതിന് ശേഷം ഇളക്കി ഇത് അടച്ച് വെച്ച് വേവിക്കുക. അപ്പം ഇതുപോലെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചോറ് റെഡിയായി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യൂ.